കുംഭമേള എന്ന് വിഖ്യാതമായിട്ടുള്ള ഉത്തരഭാരതത്തിലൊക്കെ നടക്കുന്ന കുംഭമേളകൾക്ക് സമാനമായി പൗരാണിക കാലം മുതൽ കേരളത്തിൽ നടന്നു വന്നിരുന്ന ഏതാണ്ട് 2.5 നൂറ്റാണ്ട് മുമ്പ് നിലച്ചുപോയ മാഘത്തിൻ്റെ പൗരാണികമായ രീതിയിലുള്ള പുനരുജ്ജീവനമാണ് കഴിഞ്ഞ വർഷം തിരുനാവായയിൽ നടന്നത്. അതിൻ്റെ തുടർച്ചയായി പ്രയാഗ്രാജിൽ എല്ലാ വർഷവും നടന്നു പോരുന്നത് പോലെ തന്നെയുള്ള പൂർണ്ണമായിട്ടുള്ള മാഘാചരണം, വിപുലമായിട്ടുള്ള മാഘമേളയായി വിവിധ ആചാര്യ പരമ്പരകളെ എല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് ഭാരതത്തിലെ മുഴുവൻ ഋഷി പരമ്പരയുടെയും സാന്നിധ്യത്തോടു കൂടിയിട്ട് തിരുനാവായയിൽ കൊണ്ടാടാനാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അത് 2027 മാഘം, അത് മകരസംക്രാന്തി മുതൽ ശിവരാത്രി വരെയുള്ള ദിവസങ്ങളിൽ വിശേഷമായിട്ടുള്ള വിവിധമായിട്ടുള്ള ആചരണങ്ങളോടുകൂടി നടക്കും. 2028 ഏറ്റവും വിശേഷമായിട്ടുള്ള 12 കൊല്ലം കൂടുമ്പോഴുള്ള സിംഹസ്ഥ മാഘം വരുന്നത്. അതിന് മുന്നോടിയായിട്ടുള്ള മാഘം കൂടിയാണ് 27 നടക്കുന്നത്. അത് നാസിക് കുംഭമേളയും ഹരിദ്വാർ അർദ്ധകുംഭവും ഒക്കെ നടക്കുന്ന സമയം കൂടിയാണ്. അതുകൊണ്ട് ഉത്തരഭാരതത്തിൽ നിന്നുള്ള സന്യാസിമാരും ഒക്കെ അവിടെ നിന്ന് വലിയ രീതിയിലുള്ള പങ്കാളിത്തം ഇത്തവണ ഉണ്ടാകും. വിവിധ അഖാഡകളുള്ള ആചാര്യ മഹാമണ്ഡലേശ്വരന്മാർ, ശങ്കരാചാര്യന്മാർ തുടങ്ങിയവരെല്ലാവരും തന്നെ, പിന്നെ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലുമുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ, എല്ലാ ഭാഗത്തു നിന്നുമുള്ള ഭക്തജനങ്ങൾ എല്ലാവരും മാഘത്തിന് എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാഘത്തിൻ്റെ വിപുലമായിട്ടുള്ള സംഘാടക സമിതികൾ അത് വിവിധ ജില്ലകൾ കേന്ദ്രീകരിച്ചും ദക്ഷിണ ഭാരതത്തിലെ പ്രധാനമായിട്ടും ദക്ഷിണ ഭാരതം കേന്ദ്രീകരിച്ചുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചും എല്ലാം രൂപീകരിക്കുന്നതിനും എല്ലാവരുടെയും പങ്കാളിത്തത്തോടു കൂടിയിട്ട് വിപുലമായിട്ടുള്ളൊരു സംഘാടക സമിതി അധികം വൈകാതെ രൂപീകരിക്കുന്നതിനുമൊക്കെയായിട്ടാണ് ചിന്തിച്ചിട്ടുള്ളത്. ഉത്തരഭാരതത്തിൽ നടക്കുന്നത് പോലെ ഒരു വലിയ രീതിയിലുള്ള എല്ലാ പരമ്പരകളുടെയും ആചാര്യന്മാരുടെ സംഗമവും ഭക്തരുടെ സവിശേഷമായിട്ടുള്ള ധർമ്മജാഗരണവുമാണ് മാഘത്തിൻ്റെ ഏറ്റവും വലിയ മാഹാത്മ്യമായി നിലകൊള്ളുന്നത്. കഴിഞ്ഞ തവണത്തേക്കാളും ഏതാണ്ട് 30-40% കൂടുതൽ ആളുകൾ വരും എന്നാണ് നമുക്ക് ഔദ്യോഗിക സംവിധാനങ്ങൾ, പോലീസ് പോലുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ അവരുടെ റിപ്പോർട്ടുകൾ വെച്ചുകൊണ്ട് നമ്മളോട് പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് തന്നെയാണ് നമ്മൾ കാര്യങ്ങൾ ആലോചിക്കുന്നത്. തവണ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം സർക്കാർ വളരെ ഗൗരവത്തോടുകൂടി ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. കാരണം ഇപ്പോൾ കുംഭമേളകളൊക്കെ നടക്കുമ്പോൾ നിങ്ങളെല്ലാവരും മാധ്യമപ്രവർത്തകരാണ്, നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്. അത് ആ പ്രദേശത്ത് സാമ്പത്തിക സ്ഥിതിയിൽ അവിടുത്തെ ജനങ്ങളുടെ ജീവിതാവസ്ഥയിൽ വരുന്ന വ്യത്യാസം. അതുപോലെ തന്നെ ചെറിയൊരു കാര്യം, കഴിഞ്ഞ തവണ ഒരു 40 ലക്ഷം ആളുകൾ വന്നു ചേർന്നു എന്ന് പറയുമ്പോൾ അവരൊരു 1000 രൂപ വീതമെങ്കിലും ചെലവഴിച്ചു എന്ന് പറയുമ്പോൾ ഇവിടെ നടക്കുന്നൊരു സാമ്പത്തിക വിനിമയം എത്രയാണ് ലളിതമായിട്ട് ചിന്തിച്ചാൽ അറിയാം. അപ്പം അത് ഒരു പ്രദേശത്തിൻ്റെയും കേരളത്തിലേക്കുള്ള ആഭ്യന്തര ടൂറിസത്തിൻ്റെ വികാസത്തിനും ഒക്കെ സഹായകരമാകുന്ന ഒന്നാണ്. ആ ഗൗരവത്തിൽ തന്നെ സർക്കാർ കാണുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 2028 ഏറ്റവും വിശേഷമായിട്ടുള്ള 12 കൊല്ലം കൂടുമ്പോഴുള്ള സിംഹസ്ഥ മാഘം വരുന്നത്. അതിന് മുന്നോടിയായിട്ടുള്ള മാഘം കൂടിയാണ് 27 നടക്കുന്നത്. അത് നാസിക് കുംഭമേളയും ഹരിദ്വാർ അർദ്ധകുംഭവും ഒക്കെ നടക്കുന്ന സമയം കൂടിയാണ്. അതുകൊണ്ട് ഉത്തരഭാരതത്തിൽ നിന്നുള്ള സന്യാസിമാരും ഒക്കെ അവിടെ നിന്ന് വലിയ രീതിയിലുള്ള പങ്കാളിത്തം ഇത്തവണ ഉണ്ടാകും. വിവിധ അഖാഡകളുള്ള ആചാര്യ മഹാമണ്ഡലേശ്വരന്മാർ, ശങ്കരാചാര്യന്മാർ തുടങ്ങിയവരെല്ലാവരും തന്നെ, പിന്നെ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലുമുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ, എല്ലാ ഭാഗത്തു നിന്നുമുള്ള ഭക്തജനങ്ങൾ എല്ലാവരും മാഘത്തിന് എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം സർക്കാർ വളരെ ഗൗരവത്തോടുകൂടി ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. കാരണം ഇപ്പോൾ കുംഭമേളകളൊക്കെ നടക്കുമ്പോൾ നിങ്ങളെല്ലാവരും മാധ്യമപ്രവർത്തകരാണ്, നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്. അത് ആ പ്രദേശത്ത് സാമ്പത്തിക സ്ഥിതിയിൽ അവിടുത്തെ ജനങ്ങളുടെ ജീവിതാവസ്ഥയിൽ വരുന്ന വ്യത്യാസം. അതുപോലെ തന്നെ ചെറിയൊരു കാര്യം, കഴിഞ്ഞ തവണ ഒരു 40 ലക്ഷം ആളുകൾ വന്നു ചേർന്നു എന്ന് പറയുമ്പോൾ അവരൊരു 1000 രൂപ വീതമെങ്കിലും ചെലവഴിച്ചു എന്ന് പറയുമ്പോൾ ഇവിടെ നടക്കുന്നൊരു സാമ്പത്തിക വിനിമയം എത്രയാണ് ലളിതമായിട്ട് ചിന്തിച്ചാൽ അറിയാം. അപ്പം അത് ഒരു പ്രദേശത്തിൻ്റെയും കേരളത്തിലേക്കുള്ള ആഭ്യന്തര ടൂറിസത്തിൻ്റെ വികാസത്തിനും ഒക്കെ സഹായകരമാകുന്ന ഒന്നാണ്. ആ ഗൗരവത്തിൽ തന്നെ സർക്കാർ കാണുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.